നശിച്ചു പോകത്തില്ല, ഞാൻ തീർന്നു പോകത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയം ജയം ജയം. ഹാലലൂയ ഹാലലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. എല്ലാ ആരാധനയും എല്ലാ പുകഴ്ചയും എൻ്റെ യേശുവിന് മാത്രം. ഹാലിയ. യേശു നല്ലവൻ, യേശു വിശ്വസ്തൻ, യേശു ബലവാനും, യേശു പരിശുദ്ധനും. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. എത്ര നല്ല ദൈവത്തിനെയാണ് നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നത്. ഇത്ര നല്ലൊരു കർത്താവിനെ, ഇത്ര നല്ലൊരു ദൈവത്തിനെ വേറെ എങ്ങും കിട്ടത്തില്ല. യേശു അല്ലാതെ ഒരു ദൈവമില്ല, യേശു അല്ലാതെ ഒരു രക്ഷകനില്ല. സ്തോത്രം. ഹാലിയ. യേശു അല്ലാതെ, യേശു കൂടാതെ നമുക്കൊന്നും ചെയ്യാനും ഒന്നും നേടാനും സാധ്യമല്ല. ഹാലിയ. യേശു എത്ര വലിയവൻ. സ്തോത്രം. കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ ആരാധനയും എല്ലാ പുകഴ്ചയും യേശുവിന് മാത്രം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് പല ഘട്ടങ്ങളിൽ വന്ന് നിൽക്കുമ്പം പലപ്പോഴും പലവരും ഒരുപക്ഷെ പല കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പം ഒരു നന്മയുടെ വഴിയിലായിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ അറിയാതെ ആ നന്മ കൈവിട്ട് പോയ അനുഭവങ്ങൾ കാണും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രൊമോഷനായിരിക്കും, പക്ഷേ ആ പ്രൊമോഷൻ കയ്യിൽ കിട്ടാതെ ചിലപ്പം പോയെന്നിരിക്കും. ആ തക്ക സമയം, ആ പ്രൊമോഷൻ വരേണ്ട സമയമായിരിക്കാം ചിലപ്പം വേറെ എന്തെങ്കിലും കാരണവശാൽ വേറെ എവിടെയെങ്കിലും പോകുന്നതോ ഒരു ജോലി മാറുന്നതോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചിലപ്പം ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരുമോ എന്തെങ്കിലുമൊക്കെ. ചിലപ്പോൾ ഒരു ദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് വരുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഒന്ന് കയറി വരുന്നത്, പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പം പലപ്പോഴും പല ആൾക്കാർ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ അനുഭവം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾ കഴിയുമ്പം ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് ഓർക്കും, ഞാൻ അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പൊസിഷൻ കിട്ടിയേനെ, ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ ആ ഒരു വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ രാജ്യത്തിരുന്നേനെ, അല്ലേ? ചിലവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന വ്യക്തിയായിരുന്നു ഞാൻ കല്യാണം കഴിച്ച് ഇതിലും സുഖമായിട്ട് ജീവിച്ചേനെ എന്നൊക്കെ പലവരും ഇങ്ങനെ അതിന് പറയും പദം പെറുക്കും എന്ന് പറയും, അല്ലേ? ചിലപ്പം പദം പെറുക്കുമായിരിക്കത്തില്ല, ചിലപ്പം എന്തെങ്കിലും ഒരു വിഷമം കയറി വരുമ്പോഴായിരിക്കും ആ സാഹചര്യം ഓർക്കുന്നത്. എന്നിട്ട് പറയും, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ എന്ന് പറയും. അപ്പം ആ കൈ വിട്ടുപോയത് ഒന്നും കൂടെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ടേനെ. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസ് കാണും. നമ്മൾ പലപ്പോഴും ഓർക്കും ആ കൈവിട്ടു പോയതായിരുന്നു നല്ലത് എന്നോർക്കും. എന്നിട്ട് നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ പറയും, അല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നല്ലതാ, എനിക്ക് ദൈവം നല്ലത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഉറപ്പ് പറയട്ടെ, കർത്താവിൻ്റെ ദൈവരാജ്യത്തിനകത്ത് നമ്മളായിരിക്കുമ്പോൾ, യേശുവിൽ നമ്മളായിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ പല തോൽവികളും ഒക്കെ വന്നിട്ടുണ്ടാവും, ചില വഴിത്തിരിവുകളൊക്കെ വന്നു കാണും. എന്നിട്ട് ഓർക്കുന്നുണ്ടാവും, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു നിലവാരത്തിലിരുന്നേനെ എന്നൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവ് ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവരും. കർത്താവ് അന്ന് ചെയ്തതിലും ഏറ്റവും വലിയ നന്മ ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉറപ്പായിട്ടും അതെ. നമ്മൾ ആ വചനം കേൾക്കും തോറും, ഈ അറിവ് നമ്മളുടെ അകത്ത് വർദ്ധിക്കും തോറും, ഇന്ന് ആരെയൊക്കെ എൻ്റെ ദൈവം ആ ഒരു പഴയ കാര്യങ്ങൾക്കകത്തു നിന്ന് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കാമായിരുന്നു എന്നൊക്കെ ആ ചിന്തിച്ച ചിന്തകളെയൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ഉയർച്ചയും നന്മയും ദൈവം പൊസിഷൻ ചെയ്യും. ഇന്ന് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ദൈവം എന്നെ പൊസിഷൻ ചെയ്യുക. ഹല്ലേലൂയ. ഗോഡ് ഈസ് പൊസിഷനിങ് മീ. ഹല്ലേലൂയ. ദൈവം എന്നെ പൊസിഷൻ ചെയ്യുക. എന്തിനാ? നന്മയും ഉയർച്ചയും അനുഭവിക്കാൻ വേണ്ടി. നമുക്ക് വചനത്തിനകത്തൂടെ ഒന്ന് നോക്കാം, വചനത്തിനകത്തുനിന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഏറ്റെടുക്കാം. ചിലവർ പറയും, ഞാൻ അന്ന് ആ ബിസിനസ് ചെയ്തു, അവരുടെ കൂടെയൊക്കെയാണ് ബിസിനസ് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ ഇന്ന് ആ ബിസിനസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതൊരു അനുഗ്രഹമായി തീർന്നേനെ. എന്നാൽ
ഏതോ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒക്കെ ഓർത്ത് അങ്ങനെ പറയുന്നവരെ കുറിച്ച് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ഇന്ന് പറഞ്ഞ് ദൈവം എന്നെ പൊസിഷൻ ചെയ്യുക, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി എന്നെ പൊസിഷൻ ചെയ്യുക. സ്തോത്രം. എസെക്കിയലിൻ്റെ പ്രവചന പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 തിരുവചനം, എസെക്കിയൽ ചാപ്റ്റർ 37 വേഴ്സ് നമ്പർ 1. വചനം ഇങ്ങനെ പറയുന്നു: The Lord took hold of me and I was carried away by the Spirit of the Lord to a valley filled with bones. അന്ന് വായിച്ചേ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറത്തു കൊണ്ടുവന്ന് താഴ്വരയുടെ നടുവിൽ നിർത്തി. ആമേൻ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ കരം ഈ പ്രവാചകന്റെ മേൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം ഈ പ്രവാചകന്റെ മേൽ, എസെക്കിയൽ പ്രവാചകന്റെ മേൽ വെച്ചിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഈ പ്രവാചകനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ, യേശു അറിയാതെ നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അത് നമ്മളെ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ പറയുന്ന കാര്യം മാത്രമല്ല. ഹല്ലേലൂയ. യേശു എൻ്റെ കർത്താവാണ് എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും യേശു അറിയാതെ നടക്കത്തില്ല. ദൈവം അറിയാതെ ഹല്ലേലൂയ ഒരു സംഭവം പോലും നടക്കത്തില്ല, ഒരു വിഷയം പോലും നടക്കത്തില്ല. ഇന്ന് പലവരും ആ ബിസിനസ് തുറന്നിട്ട് അത് സക്സസ് ആയില്ല എന്ന് പറയുന്നുണ്ടോ? കർത്താവ് ഇനിയും അത് സക്സസ്ഫുൾ ആക്കുക, നിങ്ങളുടെ ജീവിതം ഒരു സക്സസ് ആക്കുക. ആ പ്രൊമോഷൻ കിട്ടേണ്ട സമയമാണ് ഞാൻ മാറിപ്പോയത് എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നുണ്ടോ? കർത്താവ് അറിയാതെ അത് സംഭവിക്കത്തില്ല. അതിലും വലിയൊരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ താഴ്വരയിൽ, അസ്ഥിക്കൂട്ടങ്ങൾ നിറഞ്ഞ താഴ്വരയിലേക്ക് പരിശുദ്ധ ആത്മാവ് എസെക്കിയൽ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തിൻ്റെ ശക്തിയാൽ ഉണങ്ങിയ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണാവോ ഈ പ്രവാചകനെ ഈ ഉണങ്ങിയ അസ്ഥിക്കൂട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയത്? ഞാൻ പറയട്ടെ എന്തിനാന്ന്. ജീവിക്കുന്നവൻ, ഹല്ലേലൂയ, ഈ പ്രവാചകൻ മാത്രമേ ഉള്ളായിരുന്നു ജീവിക്കുന്നവൻ. ബാക്കിയെല്ലാം മരിച്ചതായിരുന്നു, ബാക്കിയെല്ലാം അസ്ഥിക്കൂട്ടങ്ങളായിരുന്നു. പ്രവാചകന്, ഹല്ലേലൂയ, അവിടെ ഒരു he had a position of power. ഒരു അധികാരത്തിൻ്റെ സ്ഥാനം ഈ പ്രവാചകനുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ബാക്കിയെല്ലാം അസ്ഥിയായിരുന്നു, ബാക്കിയെല്ലാം ഉണങ്ങി വരണ്ട ജീവനില്ലാത്ത അസ്ഥിക്കൂട്ടങ്ങളായിരുന്നു. അവിടെ ജീവനുള്ളത് പ്രവാചകൻ മാത്രമേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തു നിന്നും പല നന്മയ്ക്കകത്തു നിന്നും കൂട്ടിക്കൊണ്ട് വന്ന് ചിലയിടത്തൊക്കെ നിർത്തിയിട്ടുണ്ടോ? ഇന്ന് നോക്കുമ്പം അവിടെ വലിയ നന്മയൊന്നുമില്ല, ഉണങ്ങി വരേണ്ട അവസ്ഥയാണെങ്കിൽ ഇന്ന് പറയണം, എന്നെ ദൈവം ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാ. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ ജീവനുള്ളായിരുന്നു. ഹല്ലേലൂയ. ജീവനുള്ളവരെ ചിലപ്പം ജീവനില്ലാത്ത ദേശത്തേക്കും ജീവനില്ലാത്ത ഇടയിലേക്കും ഒക്കെ കൊണ്ടുപോകും. ചിലപ്പോൾ ഒരു നന്മയ്ക്കകത്തു നിന്നായിരിക്കും ദൈവം കൊണ്ടുവന്നിടുന്നത്. നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് പഴയതുപോലെ വലിയ നന്മയൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഒരു അധികാരമുള്ള സ്ഥലത്താണ്, അധികാരമുള്ള സ്ഥാനത്താണ്. എന്തിനാണെന്നറിയോ? ദൈവം ഈ പ്രവാചകനെ അസ്ഥിത്താഴ്വരയുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ട് വന്നത് മറ്റൊന്നിനുമല്ല, ഈ ഉണങ്ങി വരണ്ട ജീവനില്ലാതെ കിടക്കുന്ന അസ്ഥികളോട് പ്രവചിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ജീവനില്ലാതെ, ഉയർച്ചയില്ലാതെ, നന്മയില്ലാതെ, അനുഗ്രഹമില്ലാതെ കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളോട് പ്രവചിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിനറിയാം ഈ പ്രവാചകൻ വന്ന് അവിടെ പ്രവചിച്ചാൽ മാത്രമേ ഈ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ എന്ന്. ചിലപ്പോൾ നിങ്ങളെയൊക്കെ ഇറക്കിക്കൊണ്ട് വന്നത് നല്ലൊരു ജോലിക്കകത്തു നിന്നായിരുന്നു, ചിലപ്പോൾ ഒരു നല്ല ബിസിനസ്സിനകത്തു നിന്നായിരുന്നു, ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടേണ്ടടത്തു നിന്നായിരുന്നു ഇറക്കിക്കൊണ്ട് വന്നത്, ചിലപ്പോൾ ഒരു അനുഗ്രഹം കയ്യിൽ കിട്ടേണ്ട സ്ഥലത്തു നിന്നായിരുന്നു എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്ന പൈതലാണോ? ഞാനൊരു ഉറപ്പ് പറയട്ടെ, നിങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ചുറ്റിനും ചില സാഹചര്യങ്ങളെ മാറ്റാൻ വേണ്ടിയാ, ചുറ്റിനും ചിലവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയാ, ചുറ്റിനും ചില ഇരുട്ടിനകത്തും അന്ധകാരത്തിനകത്തും കിടന്നവരെ പ്രകാശത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല. ഇന്നൊന്ന് പറഞ്ഞേ, എനിക്ക് നഷ്ടമായതൊന്നും നഷ്ടമല്ല. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവം അതിനെയെല്ലാം ലാഭമാക്കി തീർക്കാൻ പോകുക. ഹല്ലേലൂയ. പ്രവാചകനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട്, സ്തോത്രം,
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം തിരുവചനം, then he said to me, speak a prophetic message to these bones and say, dry bones, listen to the word of the Lord എന്ന് പറഞ്ഞ് അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പേൻ. കണ്ടോ, ഒരു അധികാരത്തില് ദൈവം പറയുക, പ്രവാചകനോട് പറയുക, പ്രവാചകനെ നീ പ്രവചിക്ക്. ഇന്ന് നമ്മളെ ഓരോരുത്തരും, ഇന്ന് ആരെങ്കിലും ഒക്കെ ഇരുന്ന് വിഷമിച്ചോ, ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടോ, ഞാൻ ആയിരുന്നിടത്ത് മതിയായിരുന്നു, ആ ഒരു ജീവിതം മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മതിയായിരുന്നു, ആ ഒരു കുടുംബം മതിയായിരുന്നു, എന്തേലുമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടോ, കിട്ടാതെ പോയതിനെ ഓർത്ത്, നടക്കാതെ പോയതിനെ ഓർത്ത്, ചിലപ്പം വക്കത്ത് വന്നിട്ട് അത് കയ്യിൽ ലഭിക്കാതെ പോയ ഒരു നന്മ കാണും, അതിനെ ഓർത്തൊക്കെ സങ്കടപ്പെട്ടോ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ, ഇന്ന് ഇരുതല മൂർച്ചേറിയ വാളായ വചനമാണ്. ഈ വചനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും വൃത്തിയാക്കാനും ഉള്ളതുണ്ട്. ഇന്ന് പറയുമ്പം ഞാൻ ഈ കേൾക്കുന്നവരോട് മാത്രമല്ല, ഹല്ലേലൂയ, എന്നോടും പല സാഹചര്യങ്ങളായിരിക്കുന്നവരോടും ഒക്കെയാണ് ഇത് പറയുന്നത്. സ്തോത്രം. എനിക്കറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുക. ഹല്ലേലൂയ. പ്രവാചകനോട് ദൈവം പറയാ, പ്രവാചകനെ നീ പ്രവചിച്ചാൽ മാത്രമേ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ആ ഒരു നന്മയുടെ വക്കത്തുനിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി എന്ന് പറഞ്ഞ് ഇന്ന് വേറൊരു സാഹചര്യത്തിലാണോ? ഇന്ന് അതിനെയൊക്കെ, ആ സാഹചര്യത്തിനെ നോക്കി വിഷമിക്കല്ല്, അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയല്ലേ. ഇന്ന് പറയണം, എന്നെ ആക്കി വെച്ചിരിക്കുന്ന പ്രവചിക്കാൻ വേണ്ടിയാ, എന്നെ ആക്കി വെച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. ഞാനില്ലാതെ ഒരു നന്മ ഇവിടെ വെളിപ്പെടത്തില്ല. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ചില വലിയ നന്മകൾ വെളിപ്പെടാൻ പോകുക. എന്താണെന്നറിയോ? പ്രവാചകൻ അവിടെ നിന്ന് പ്രവചിച്ചു കഴിഞ്ഞപ്പം 8-ാം തിരുവചനം, then as I watched, muscles and flesh formed over the bones, then skin formed to cover their bodies, but still they had no breath in them. ഹല്ലേലൂയ. പ്രവാചകൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, വായിച്ച് 8, പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പ് വെച്ചു, മാംസം വെച്ചു, അവയുടെ മേൽ തൊക്ക് വെച്ചു കണ്ടു. എന്നാൽ ശ്വാസം അവരില്ലായിരുന്നു. അവർക്ക് മാംസം വെച്ചു, തൊക്ക് വെച്ചു, എല്ല് വെച്ചു, ഞരമ്പ് വെച്ചു, എല്ലാം വെച്ചു, പക്ഷെ അവരുടെ അകത്ത് ശ്വാസമില്ലായിരുന്നു. പിന്നെയും ദൈവം ഒരു പദവി ഏൽപ്പിച്ചു, പിന്നെയും ദൈവം ഒരു കൃപ ഏൽപ്പിച്ചു. മനസ്സിലാക്കണം, പ്രവാചകൻ ഓരോ സ്റ്റെപ്പ് വളർന്നുകൊണ്ടിരിക്കുക. കടന്നുപോയ ആ സാഹചര്യത്തിനകത്തൂടെ വളർന്നുകൊണ്ടിരിക്കുക. പ്രവാചകൻ ഓരോന്ന് പറയുമ്പം ഓരോ അത്ഭുതമാണ് നടക്കുന്നത്. അപ്പം നോക്കുമ്പോൾ അവരുടെ അകത്ത് ജീവനില്ലാഞ്ഞപ്പം ദൈവം പിന്നെയും പറഞ്ഞു, പ്രവാചകനെ നിന്റെ കൃപ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. കണ്ടോ, എന്തിനാ ദൈവം ആ പ്രവാചകന് വേറെ എവിടെയൊക്കെ ആയിരിക്കാമായിരുന്നല്ലേ? ഈ വ്യക്തിക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലായിരിക്കും ഒരു പക്ഷേ വന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവം പറഞ്ഞു, നീ ഇനി ഒന്ന് സംസാരിക്കുമ്പം കാണുന്ന അത്ഭുതം കണ്ടോ? ഹല്ലേലൂയ. അവരെഴുന്നേറ്റ് ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. 10-ാം തിരുവചനം, so I spoke the message as he commanded me, and breath came into their bodies. They all came to life and stood up on their feet, a great army. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അതിന്റെ അവയിൽ വന്നു. അവർ ജീവിച്ചു. അവരൊരു വലിയൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. പ്രവാചകന്റെ മുമ്പിൽ അവരൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇന്ന് ഹല്ലേലൂയ, എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ നഷ്ടപ്പെട്ടിട്ടാണോ വന്ന് നിൽക്കുന്നത്? കർത്താവ് ആക്കി വെച്ചിരിക്കുക, നിങ്ങൾ പ്രവചിച്ചാൽ മാത്രമേ, നിങ്ങൾ സംസാരിച്ചാൽ, നിങ്ങൾ ഇടപെട്ടാൽ മാത്രമേ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. പ്രവാചകന്റെ മുമ്പിൽ ഉണങ്ങിയ അസ്ഥിക്കൂട്ടങ്ങൾ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അതവിടെ നിൽക്കട്ടെ. വേറൊരു ആളെ നമ്മൾ നോക്കിയാൽ ഭയങ്കര ഒരു സൂപ്പർ മിനിസ്ട്രിക്കകത്തുനിന്ന് ദൈവം പെറുക്കി എടുത്തുകൊണ്ട് വരുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പോസ് വലിയൊരു ശുശ്രൂഷയുടെ നടുവിൽ നിൽക്കുമായിരുന്നു. സമരിയായിൽ അതിഭയങ്കരമായ ശുശ്രൂഷയുടെ നടുവിൽ നിൽക്കുമായിരുന്നു. തിരുവചനം പറയുന്നു, ഫിലിപ്പിൻ്റെ കയ്യിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ശമരിയ പട്ടണത്തിൽ നടക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. അവിടെ ഭൂതങ്ങൾ അലറി ഓടുന്നു. ഭയങ്കര ഒരു
തിളങ്ങുന്ന, ഇന്നത്തെ കാലത്ത് പല ദേവദാസന്മാരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഫിലിപ്പ് ആ പട്ടണത്തിൽ. ഫിലിപ്പിൻ്റെ കണ്ണ് കാണുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. ഫിലിപ്പ് നടന്നാൽ മതി, അത്ഭുതങ്ങൾ നടക്കും. ഭയങ്കര തിളങ്ങുന്ന ഒരു ശുശ്രൂഷയുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിനെ തട്ടിയെടുത്തുകൊണ്ട് ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഏൽപ്പിച്ചു. നമ്മൾ കാണുന്നു ഫിലിപ്പിൻ്റെ യാത്രയെ വേഗമാക്കി കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരുഭൂമിയുടെ നടുവിൽ ഫിലിപ്പിനെ കൊണ്ട് നിർത്തിയിട്ട് ആ വലിയ തിളങ്ങുന്ന മിനിസ്ട്രിയുടെ നടുക്കുന്ന് വേണ്ട ഒറ്റ ഒരാൾ രഥത്തിൽ പോകുന്ന വചനം പോലും അറിയാത്ത ഒരാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഫിലിപ്പിനെ നിർത്തി. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇതെന്തൊരു പരിപാടിയാണ് കർത്താവേ, കൂട്ടമില്ല, കൈകൊട്ടാൻ ആളില്ല, വലിയ ക്രൗഡൊന്നുമില്ല, വചനം പോലും അറിയാൻ മേലാത്ത ABCD പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടിട്ടോ, ഇതെന്തൊരു പരിപാടിയാണെന്ന് ചോദിച്ചേനെ പലവരും അല്ലേ. പക്ഷേ ദൈവം ഹല്ലേലൂയ ഒരുവനെ തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടാൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫിലിപ്പിനോട് പറഞ്ഞു, ദൂതൻ പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. ഫിലിപ്പ് കേൾക്കാത്ത താമസം ആ ശുശ്രൂഷ, തിളങ്ങി മിന്നുന്ന ശുശ്രൂഷയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഓടുക മരുഭൂമിക്കകത്തോട്ട്. അവിടെ ചെല്ലുമ്പം കാണുന്നത് ഒരു ഷണ്ടനെയാണ് കാണുന്നത്. അതും സാധാരണ ഷണ്ടനൊന്നുമല്ല, ഇത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിനകത്ത് നിൽക്കുന്ന ഒരു ഷണ്ടൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഫിലിപ്പോസ് രഥത്തിൻ്റെ കൂടെ നടന്നു, എന്നിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. അവിടെ സംസാരിച്ച് കഴിഞ്ഞ് ഒറ്റ അടിക്ക് ആ ഷണ്ടൻ്റെ, ആ യൂനക്കിൻ്റെ ഹൃദയം തുറക്കുന്നു. ദൈവം യൂനക്കിൻ്റെ ഹൃദയം തുറന്ന് ഈ ഷണ്ടൻ സ്നാനപ്പെടുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു 39-ാമത്തെ തിരുവചനം, ആ സ്നാനക്കുളത്തിൽ നിന്ന് ഷണ്ടൻ എഴുന്നേറ്റ ഉടനെ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് റാഞ്ചി എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത്, അസോറ്റോസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടു നിർത്തി. അല്ല, ഇതെന്തൊരു പരിപാടിയാണ് അല്ലേ. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ, കണ്ടോ ഷണ്ടനെ സ്നാനപ്പെടുത്തി, സത്യം പറഞ്ഞു കൊടുത്ത് സ്നാനപ്പെടുത്തി കഴിഞ്ഞ ഉടനെയാണ് പരിശുദ്ധാത്മാവ് ഈ പരിപാടി ചെയ്ത്. 2 മിനിറ്റും കൂടെ ഒക്കെ അവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പം ഷണ്ടൻ ഒരു സഭ അങ്ങ് തുറക്കാൻ ഏൽപ്പിച്ചേനെ. ഷണ്ടൻ പറഞ്ഞേനെ, എൻ്റെ കൂടെ അങ്ങ് ഇത്യോപ്യയിലേക്കൊന്ന് വാ, ഇത്യോപ്യയിലേക്ക് വന്ന് രാജ്ഞിയെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഒരു സ്ഥാനവും പദവിയും ഒക്കെ കിട്ടിയേനെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊസിഷൻ ചെയ്യുക, ഫിലിപ്പോസിനെ പൊസിഷൻ ചെയ്തു. എന്തിനാണെന്നറിയോ? ഒരു ദേശത്ത് മൊത്തം സുവിശേഷം എത്തിക്കാൻ വേണ്ടിയാണ് ഫിലിപ്പോസിനെ പൊസിഷൻ ചെയ്തത്. ഫിലിപ്പോസ് എങ്ങും പിറുപിറുത്തില്ല, വലിയൊരു ശുശ്രൂഷ വിട്ടേച്ച മരുഭൂമിക്കകത്ത് വന്നേ. അവിടുന്ന് കൊണ്ടുവന്നെത്തിയത് വേറൊരു സ്ഥലത്തേക്ക്, അസത്തോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ വീണ്ടും ഒരു സുവിശേഷ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടു നിർത്തിയത്. ഹല്ലേലൂയ. ഫിലിപ്പോസിൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ രംഗത്തിനെ കുറിച്ച് ഫിലിപ്പോസ് എങ്ങും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ ദൈവം ചെയ്ത മഹാ അത്ഭുതമായിട്ട് കണ്ടു. ദൈവം ഫിലിപ്പോസിനെ പൊസിഷൻ ചെയ്തു നന്മയ്ക്കകത്തേക്ക് വരാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ഇതിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ദാവീദിനെ കുറിച്ചുള്ള കഥകളൊക്കെ. ദാവീദിനെ നമ്മളൊന്ന് നോക്കിക്കേ. ദാവീദിനെ ദൈവം പൊസിഷൻ ചെയ്യുമായിരുന്നു. എന്തിനാണെന്നറിയോ? പല അത്ഭുതങ്ങൾക്ക് വേണ്ടി. നമ്മൾ കാണുന്നു 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം വരുമ്പോൾ നമ്മൾ കാണുന്നു സൗളിൻ്റെ അകത്തേക്ക് ദൈവം ഒരു ദുരാത്മാവിനെ കൊണ്ടിട്ടു. ഈ ദുരാത്മാവിനെ കൊണ്ടിട്ടത്, ആ ദുരാത്മാവ് കാരണം സൗളിനകത്ത് ഡിപ്രഷൻ കയറി, ഭയം കയറി, ഭീതി കയറി. ഒറ്റ ഒരാൾക്ക് അത് മാറ്റാൻ പറ്റത്തുള്ളായിരുന്നു. ദാവീദിൻ്റെ കിന്നരം കേൾക്കുമ്പോൾ മാത്രമേ ഈ ദുരാത്മാവ് അടങ്ങത്തുള്ളായിരുന്നു. കാട്ടിക്കിടന്ന് ദാവീദിനെ ദൈവം സൗളിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. 21-ാം തിരുവചനം വായിക്കുമ്പം 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 21-ാം തിരുവചനം വായിക്കുമ്പം തിരുവചനം പറയുന്നു, ദാവീദിനോട് സൗളിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതം കണ്ടോ? സൗളിനകത്ത് ഒരു ദുരാത്മാവിനെ ഇട്ടുകൊടുത്തു. സൗൾ രാജാവിൻ്റെ അകത്ത് ദുരാത്മാവിനെ ഇട്ടുകൊടുത്തു. ഈ ദുരാത്മാവിനെ മാറ്റണമെങ്കിൽ കാട്ടിക്കിടക്കുന്ന ദാവീദ് വന്നാലേ മാറത്തുള്ളൂ. ഹല്ലേലൂയ. ദാവീദിന് പറയാമായിരുന്നു, എൻ്റെ കർത്താവേ,
കർത്താവെ, എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ പാട്ടും പാടി കൂടെ നടന്ന് ആടുകളെ വിട്ടേച്ചാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്ന സൗളിൻ്റെ അടുക്കലാണോ? പക്ഷെ ദൈവം സൗളിനകത്ത് ദുരാത്മാവിനെ ഇട്ടുകൊടുത്താൽ മാത്രമേ ദാവീദിന് ഈ കൊട്ടാരത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. ദാവീദ് ഈ കൊട്ടാരത്തിൽ എത്തിയാൽ മാത്രമേ ദാവീദിന് ഗോലിയാത്തിനെ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഗോലിയാത്തിനെ തോപ്പിച്ചാൽ മാത്രമേ അത്ഭുതം അവിടെ നടക്കുന്നത് കണ്ടിട്ട് ഹല്ലിയ സൗളിന് ദാവീദിനെ ഉയർത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി വേറെ കഥകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം ദാവീദിനെ പൊസിഷൻ ചെയ്യുമായിരുന്നു രാജാവാകാൻ വേണ്ടി. ഹല്ലിയ. ഇന്ന് ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പം ജീവിതത്തിനകത്ത് ചിലതൊക്കെ നടന്നു കാണും. പലപ്പോഴും ഇരുന്ന് പറയും, ഷോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നിങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ആ പഴയ ജോലി സ്ഥലത്തായിരുന്നെങ്കിൽ, ഞാൻ ആ പൊസിഷനിലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെട്ടേനെന്ന്. ഇനിയും അത് പറയല്ല. ഇനിയും കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ ഇനിയും പറയത്തില്ല. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അങ്ങക്ക് എന്നെ ഉയർത്താൻ പറ്റും. എന്നെ എൻ്റെ ദൈവത്തിന് ഉയർത്താൻ പറ്റും. ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എന്നെ ദൈവം പൊസിഷൻ ചെയ്തിരിക്കുക ഒരു അത്ഭുതത്തിനകത്തേക്ക് കയറാൻ വേണ്ടി. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഐ ആം പൊസിഷൻഡ് ഫോർ ഗ്രേറ്റ്നെസ്. ഹല്ലേലൂയ. എന്നെ പൊസിഷൻ ചെയ്തിരിക്കുക വലിയ കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, വലിയ നന്മ അനുഭവിക്കാൻ വേണ്ടി. എന്നെ ദൈവം കറക്റ്റ് സ്ഥലത്താണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ പൊസിഷൻസ്, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, അതെല്ലാം അതിൻ്റെ 100 ഇരട്ടിയായി ഈ ദിവസങ്ങളിൽ ഞാൻ കാണാൻ പോകുക. ദൈവം പ്രവാചകനെ പൊസിഷൻ ചെയ്തു ഉണങ്ങിയ അസ്ഥിക്കൂട്ടങ്ങളോട് സംസാരിക്കാൻ. ദൈവം ഫിലിപ്പോസിനെ പൊസിഷൻ ചെയ്തു ഒരു രാജ്യം മൊത്തം സുവിശേഷം അറിയാൻ വേണ്ടി. ദൈവം ദാവീദിനെ കാട്ടിനകത്തുനിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്തു ഉയർച്ചയിലെത്താൻ വേണ്ടി. ഹല്ലിയ. സ്തോത്രം. പലവരെയും ദൈവം പലയിടങ്ങളിലും പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞ് എന്നെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുക ദൈവം. ഹല്ലിയ. എന്തിനാണെന്നറിയോ? ഞാൻ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി. ചിലപ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് പ്രവചിച്ച് തുടങ്ങുക. ഹല്ലിയ. എൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ പ്രവചിച്ച് തുടങ്ങുക. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ചിലവരുടെ ജീവിതങ്ങൾക്കകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകും. ഒരു ഫീൽഡ് ചേഞ്ച്. ഹല്ലിയ. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് ചേഞ്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് കൊണ്ടുവരാൻ പോകുക. ഇന്ന് എവിടെയൊക്കെയാണോ തോറ്റുപോയത്, ഏതെങ്കിലുമൊക്കെ വിട്ടോ, ഞാൻ ആ ജോലി വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നു, കണ്ടോ ഒരു നന്മയില്ല എന്നൊക്കെ പറഞ്ഞോ, ഇന്ന് അതൊക്കെ പ്രെയർ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ട് പറയണം, ഈ ദിവസങ്ങളിൽ അതിലും വലിയ അനുഗ്രഹവും അതിലും വലിയ നന്മകൾ ഞാൻ കാണാൻ പോകുക. കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ചില ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാൻ വേണ്ടിയാണ്. പ്രവചിച്ച് തുടങ്ങണം. ഈ ദിവസങ്ങളിൽ പ്രവചിച്ച് തുടങ്ങണം. ഉയർച്ചയും നന്മയും കാണാൻ പോകുക തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുഴക്കങ്ങൾ, ആ ഉയർച്ചയുടെ, ആ നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ മുഴക്കങ്ങളൊക്കെ കേൾക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് പറയണം, ഐ ആം പൊസിഷൻഡ് ഫോർ ഗ്രേറ്റ്നെസ്. ഹല്ലേലൂയ.